പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പെസഹ ബുധൻ, നാളെ പെസഹ വ്യാഴം. നല്ല ഒരുക്കത്തോടു കൂടി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കാം. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാലോ അല്ലേ? വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിനമാണ്, പൗരോഹിത്യം സ്ഥാപിച്ച ദിനമാണ്. നല്ല ഒരുക്കത്തോടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 15-ാം തിരുവചനം. വചനം വെളിപ്പെടുത്തുകയാണ്, ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും എന്നും ജാഗരൂകമായിരിക്കും. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ. പ്രിയ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഈ വലിയ ആഴ്ചയിലെ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് മുൻപ്, തൊട്ട് മുമ്പത്തെ ദിവസം പെസഹ ബുധനാഴ്ച നാം ഈ വചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നാം നടത്തുന്ന പ്രാർത്ഥനകൾക്ക് വലിയ വിലയുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പു തരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നാളെ നമുക്കറിയാം, നാളെ രാവിലെ കാൽകഴുകൽ ശുശ്രൂഷ ഉൾപ്പെടെയുള്ള ശുശ്രൂഷകളാണ് പ്രഭാതത്തിൽ. തുടർന്ന് നമുക്ക് സാധിക്കുന്നിടത്തോളം സമയം ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെലവഴിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതുപോലെ അവസാനം പൊതു ആരാധനയിൽ ഒരു ചുരുങ്ങിയത് കുർബാനയ്ക്ക് പുറമെ ഒരു 2-3 മണിക്കൂർ ഏറ്റവും മിനിമം നമ്മൾ നാളെ തമ്പുരാൻ്റെ സന്നിധിയിൽ ചിലവഴിക്കണമെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നാളെ പൗരോഹിത്യം സ്ഥാപിച്ച ദിനമാണ്. ഈ കാലഘട്ടത്തിലെ പൗരോഹിത്യം, സമർപ്പിത ജീവിതം ഒക്കെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നു. അതായത് പിശാചി ശരിക്കും മാടി വിളിക്കുക എന്ന് പറയില്ലേ, അതായത് ആ പൗരോഹിത്യത്തിലേക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ, സമർപ്പിത ജീവിതത്തിലേക്ക് കുഞ്ഞുങ്ങൾക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ ഓരോ തടസ്സങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത, സന്യാസത്തിൻ്റെ ശ്രേഷ്ഠത കർത്താവേ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.